ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. ഇവിടെ ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് 4 ഓഫ് കപ്സ് കാർഡാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. മിസ്സിംഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അവരുടെ ഒരു കോളോ മെസ്സേജോ പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. എന്തെന്നറിയില്ല, നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷനോ നോ കോണ്ടാക്റ്റോ ആണ്. അത് ഉറപ്പ് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ 4 ഓഫ് കപ്സ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇമോഷനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ അവർക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചുറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. മനസ്സോടെ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കരിയർ, നിങ്ങൾക്ക് ചുറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ആ പേഴ്സണെ കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ കയറി വരികയാണ്. അവരെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായിട്ട് നിങ്ങളുടെ സെപ്പറേഷൻ തന്നെയാണ്. സാഹചര്യം കൊണ്ട് തന്നെ ആയിരിക്കാം, നിങ്ങളുടെ കരിയറും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഒക്കെ തന്നെ ആയിരിക്കാം അതിന് ഒരു സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നെക്സ്റ്റ് കാർഡ് പറയുന്നതും നിങ്ങളുടെ ഇമോഷൻ തന്നെയാണ്. 6 ഓഫ് കപ്സ് കാർഡാണ് നെക്സ്റ്റ് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. നോക്കാം. നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യുന്നു. ഒരു നൊസ്റ്റാൾജിയ തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. പാസ്റ്റ് ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്നു. പാസ്റ്റിൽ നിങ്ങളും അവരുമായിട്ടുണ്ടായ എല്ലാ നിമിഷങ്ങളും, നല്ല നല്ല നിമിഷങ്ങൾ നിങ്ങൾ ഓർത്തെടുക്കുകയാണ്. ഇവിടെ റീകണക്ട് ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളെ നിങ്ങൾ റീതിങ്ക് ചെയ്യുന്നു, റീകണക്ട് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാർഡ് പറയുന്നത്. ആ ഒരു നിമിഷത്തിലായിരിക്കണം നിങ്ങൾ വളരെയേറെ ഹാപ്പി ആയിട്ടിരുന്നിട്ടുണ്ടാവുക. ഇവിടെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ കുട്ടികളെ പോലെയാണ്. നിങ്ങളുടെ ചിന്തകൾ ചില സന്ദർഭങ്ങളിൽ കുട്ടികളെ പോലെയാണെന്ന് പറയുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെ വേണം, ഞാനിങ്ങനെ അവരെക്കുറിച്ച് ചിന്തിച്ചിരുന്നാൽ പറ്റില്ല, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ കുട്ടികൾ എങ്ങനെയാണ്, ചില സന്ദർഭങ്ങളെല്ലാം മറന്നു പോകും അല്ലേ? അവർ മനസ്സിലൊന്നും വെക്കില്ല. അതുപോലെ തന്നെയാണ് നിങ്ങൾ പിന്നെയും നിങ്ങളുടെ പേഴ്സണിൻ്റെ ചിന്തകളിലേക്ക്, ഓർമ്മകളിലേക്ക് പോവാണ്. അതിനുശേഷം നിങ്ങൾ ബോൾഡ് ആവുന്നു, വീണ്ടും ഡിസിഷൻ എടുക്കുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ പോയാൽ പറ്റില്ല, കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടെന്ന് ഓർമ്മ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ഫ്യൂച്ചർ കാണാണ്. എൻ്റെ ഫ്യൂച്ചറിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് കൊണ്ടുവരണം. എൻ്റെ പേഴ്സൺ മടങ്ങി വരുമ്പോൾ വരട്ടെ. എന്നാൽ അവർ മടങ്ങി വരുമ്പോൾ ആ പഴയ ഞാനായിട്ടിരുന്നാൽ പോരാ. ബോൾഡായിട്ടുള്ള, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നേക്കാളും ഒരു പടിക്ക് മേലേക്ക് എനിക്ക് വളരണം, എൻ്റെ ലൈഫ് കൊണ്ടുപോകണം, അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ എവിടെയാണ് പ്രാർത്ഥിക്കുന്നത്? യൂണിവേഴ്സൽ സറണ്ടർ ആകുന്ന നിങ്ങളുടെ എനർജിയാണ് ദ ഹാങ്ഡ് മാൻ അല്ലെങ്കിൽ ഹാങ്ങിങ് മാൻ കാണിക്കുന്നത്. നോക്കാം. യൂണിവേഴ്സൽ സറണ്ടർ ആവാന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നല്ല നിങ്ങൾ സറണ്ടർ ആവുന്നേ. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ കാണുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ എനർജി നഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താവശ്യമാണോ ആ ഒരു എനർജി ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ യൂണിവേഴ്സ്, ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരണം. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ അത്രമാത്രം സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങളവിടെ സമർപ്പിക്കുന്നതായിട്ടാണ് ഈ കാർഡ് പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ യൂണിവേഴ്സൽ സറണ്ടറായി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിലേക്ക് എന്തോ ഒരു കാര്യം വരുന്നുണ്ട്. എന്താണത്? ന്യൂ വിസ്ഡം ഫൗണ്ട് എന്നാണ് ഈ കാർഡ് പറയുന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ടീച്ചിങ് നിങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയൊക്കെയോ യൂണിവേഴ്സിൻ്റെ പ്രസൻസ് കിട്ടുന്നുണ്ട്, യൂണിവേഴ്സ് സയൻസ് കിട്ടുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ സാക്രിഫൈസ് യൂണിവേഴ്സ് കാണുന്നു, അതിനുള്ള ഫലം നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ നെക്സ്റ്റ് കാർഡ് പറയുന്നത്. നോക്കാം. ഇവിടെ ഒരു തോട്ട് ലീഡറെയാണ് കാണിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയെ നല്ലതുപോലെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ കാണുന്നത്. ഇവിടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തി തോറ്റു കൊടുക്കാൻ പാടില്ല എന്ന് നിങ്ങൾ തന്നെ ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട് എന്ന് ഈ കാർഡ് പറയുന്നു. പിന്നെ വെച്ച് കഴിഞ്ഞാൽ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്ററെ നമുക്കിവിടെ കാണിച്ചു തരികയാണ്. ഇവിടെ ലോജിക് റൂൾസിനെയാണ് കാണിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തി ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു. വളരെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഒത്തിരി റീഡിങ്സ് കാണുന്നുണ്ടാവാം, അതിലൂടെ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്നത് പോലെ തോന്നുന്നുണ്ടാവാം. ഇവിടെ നിങ്ങൾ എന്ന ഹോണസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു. നിങ്ങൾ സത്യമാണ് അന്വേഷിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷന് കാരണം, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്റ്റിന് കാരണം എന്താണ്?
ആ ഒരു സത്യത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളെന്ന വ്യക്തിയുടെ ഡിസിഷൻ മേക്കിങ്ങിനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു ക്ലാരിറ്റി തരാൻ പോവാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ യൂണിവേഴ്സിനോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒക്ടോബർ 7-ാം തീയതി ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യുക കേട്ടോ. അതിന് മുന്നേ തന്നെ വ്രതം എടുക്കുക. നിങ്ങൾക്ക് എത്ര ദിവസം എടുക്കാൻ പറ്റുമോ അത്ര ദിവസം നിങ്ങളുടേതായ രീതിയിൽ എടുക്കുക. നിങ്ങൾക്ക് 3 ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കാം. ഇവിടെ നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അതാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്, ഏസ് ഓഫ് സോർട്സ് കാർഡ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എത്തിക്കാൻ പോവാണ്. ന്യൂ ഐഡിയ ആണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, ഇതെല്ലാം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവാണ്. പാതി വഴിയിൽ നിർത്തിപ്പോയിട്ടുള്ള നിങ്ങളുടേതായ കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവാണ്. ഇവിടെ ഒരു ക്ലാരിറ്റിയാണ് കാണിക്കുന്നത്. ഒരു ട്രൂത്ത് റിവീൽഡ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരു സത്യം നിങ്ങളിലേക്ക് എത്താൻ പോവാണ്. ന്യൂ അവയർനെസ് ആണ് ഈ കാർഡ് പറയുന്നത്. ഈ പിക്ചർ നോക്കി തന്നെ മനസ്സിലാവുന്നത് നിങ്ങളുടെ ലക്ഷ്യമാണ്. നിങ്ങളെ യൂണിവേഴ്സ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷനെയും കാണിക്കുന്നുണ്ട്. 1 വീക്കിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ കണ്ടുമുട്ടുവാനും സംസാരിക്കുവാനും ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുത്തുവാനും ഉള്ള സാഹചര്യത്തെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു വിക്ടറി, സക്സസ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറയുന്നു. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ബ്രില്യൻറ്റ് മൊമെൻ്റ് ഓഫ് ക്ലാരിറ്റിയാണ്. നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുക, യൂണിവേഴ്സിൽ സറണ്ടർ ആവുക. അവിടെ യൂണിവേഴ്സ് നിങ്ങളിൽ പ്രവർത്തിക്കും. വ്യക്തികളിലൂടെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് തന്നെ യൂണിവേഴ്സായിട്ട് തന്നെ ഒത്തിരി സയൻസ് കാണിച്ചു തരും. ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ട്, ബട്ടർഫ്ലൈസ് ആയിട്ട്, അങ്ങനെ ഒത്തിരി സയൻസ് നിങ്ങളുടെ മുന്നിലേക്ക് യൂണിവേഴ്സായിട്ട് തന്നെ എത്തിക്കും. നെക്സ്റ്റ് കാർഡ് നിങ്ങളെന്ന വ്യക്തിയിലെ ആ ഒരു ധ്യാനത്തെയാണ് കാണിച്ചു തരുന്നത്. മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ എനർജിയാണ് ഇവിടെ ഹെർമിറ്റ് കാർഡ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തി യൂണിവേഴ്സിന്റെ ഭാഗമായി മാറുമ്പോൾ, നിങ്ങൾ യൂണിവേഴ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ, ഇവിടെ നിങ്ങൾ ഉണ്ടാകുന്നത് ഒരു ഇന്നർ റിഫ്ലക്ഷനാണ്. സോൾ സെർച്ചിങ്ങിനെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സോളിനെ സെർച്ച് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ നിങ്ങൾ ദുഃഖിച്ചിരുന്നത് എന്ന് നിങ്ങൾ അന്വേഷിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള സയൻസ് തന്നെയാണ് കാണിക്കുന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മെൻറ്ററെ ഇവിടെ കാണിച്ചു തരുന്നു. നിങ്ങളുടെ ചിന്തകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും ഒരു എനർജി അല്ല, വ്യത്യസ്ത എനർജിയാണ്. എന്നാൽ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളാണ്. അവിടെയാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നത്. ശരിയായ ദിശ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചു തരും, ഉറപ്പാണിത്. ഇവിടെ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ഒരു ലൈഫ് തരുന്നുണ്ട്. ഒരു ജീവിതമാണ് കാണിച്ചു തരുന്നത്. പുതിയൊരു ജീവിതം, പുതിയ തുടക്കം, പുതിയ അവയർനെസ് ആണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങൾ തിരിച്ചറിയുന്നത്, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നത് എന്താണ്? നിങ്ങളാണ് നിങ്ങളുടെ മെൻറ്റർ, നിങ്ങളാണ് നിങ്ങളുടെ ഗൈഡ് എന്ന് നിങ്ങൾ തിരിച്ചറിയാണ്. ഇവിടെ നിങ്ങൾ തളർന്നിരുന്നാൽ പറ്റില്ല. പോസിറ്റീവ് തിങ്കിങ്ങോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കണം. ഇവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് ഉണ്ട്. ശരിയായത് എന്ത് ചെയ്യണമെന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും, ഉറപ്പാണ്. ഇവിടെ പോസിറ്റീവായിട്ട് തിങ്കിങ് ആണ് ആവശ്യം. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ ആണ് ആവശ്യം. എങ്ങനെയാണ് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ ചെയ്യുക എന്നുള്ള വീഡിയോസ് ഞാൻ മുന്നിട്ടിട്ടുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരുമ്പോൾ ഇവിടെ ബ്രൈറ്റ് ലൈഫാണ് നിങ്ങളുടെ മുന്നിൽ യൂണിവേഴ്സായിട്ട് തന്നെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് ഒരു നല്ല ദിവസത്തേക്കാണ്, നല്ല നിമിഷത്തിലേക്കാണ്. ഇവിടെ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിലേക്ക് എല്ലാവിധ അനുഗ്രഹവും കൊണ്ടുവരുന്നുണ്ട്, ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എംപ്രസ് ആണ് അടുത്ത കാർഡ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഒരു ഡിവൈൻ എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഒരു അമ്മ കുഞ്ഞിനെ എങ്ങനെ കരുതലോടുകൂടി സംരക്ഷിക്കുന്നു, അതുപോലെ നിങ്ങളെ പ്രപഞ്ചശക്തി കരുതലോടുകൂടി സംരക്ഷിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നമുക്ക് ചുറ്റും ഒത്തിരി നെഗറ്റീവ് എനർജി ഉണ്ടാവാം, എനിക്കും ഉണ്ടാവാം. പക്ഷേ പോസിറ്റീവ് തിങ്കിങ് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മളെന്ന വ്യക്തിയിലേക്ക് യൂണിവേഴ്സ് അവിടെ പ്രവർത്തിക്കുകയാണ് ചെയ്യുക.
അവിടെ നമ്മളിലേക്ക് നെഗറ്റീവ് എനർജി വരാതെ യൂണിവേഴ്സ് നമ്മളെ സംരക്ഷിക്കുന്നതായിട്ട് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്, എംപ്രസ് കാർഡിലൂടെ പറയുന്നത്. ഇവിടെ ഒരു മദർഹുഡിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒരു തരത്തിലും വേദനിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ സംരക്ഷിക്കാനായിട്ട് യൂണിവേഴ്സ്, പ്രപഞ്ച ശക്തി, നമ്മുടെ അമ്മ നമ്മുടെ കൂടെയുണ്ടെന്ന് ഇവിടെ കാർഡ്സ് പറയാണ്. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന അബണ്ടനെയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരുന്ന അൺകണ്ടീഷണൽ ലവിനെയാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ കൂടെ പ്രപഞ്ച ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും, ഉറപ്പാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരുടെ സ്നേഹമാണോ ആ സ്നേഹവും കരുതലും നിങ്ങളിലേക്ക് വരുന്നു എന്ന് ഈ കാർഡ് മീൻ ചെയ്യുന്നു. അൺകണ്ടീഷണൽ ലവ് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് പോസിറ്റീവ് തിങ്കിങ് ആണ് ആവശ്യം. ആരും വിഷമിച്ചിരിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല, പ്രപഞ്ച ശക്തിക്ക് ഇഷ്ടമല്ല. ഇവിടെ നമ്മളിലേക്ക് റിച്ച് ഫ്യൂച്ചറാണ് കാണിച്ചു തരുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് റിച്ച് ലൈഫ് യൂണിവേഴ്സ് കാണിച്ചു തരാണ്. നെക്സ്റ്റ് കാർഡ് സണ്ണാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു. നിങ്ങളിലേക്ക് ഒരു ഇൻസ്പിറേഷൻ വരുന്നു, സക്സസ് വരുന്നു. ഇവിടെ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവുകയാണ്. നിങ്ങൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ലൈഫ് ഇതെല്ലാം പ്രപഞ്ച ശക്തിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സക്സസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ചോദിച്ച ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം യെസ് എന്നാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് പ്രതീക്ഷിക്കാം. നിങ്ങളിലേക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം സാധ്യമാവാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരികയാണ്. ഇവിടെ നിങ്ങളുടെ സ്വപ്നം സാധ്യമാവാൻ പോകുന്നു. ഇവിടെ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിലേക്ക് സന്തോഷ നിമിഷങ്ങൾ കൊണ്ടുവരുന്നു. ഇത്രയും ദിവസങ്ങൾ നിങ്ങൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് വിഷമിച്ചിരുന്നിട്ടുള്ളത്, ആ ഒരു കാര്യത്തിന് അവസാനം വരാണ്. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റിസ് ആണ് കിട്ടാൻ പോകുന്നത്. കറണ്ട് ഫീലിംഗ്, കറണ്ട് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. അവർ നിങ്ങൾക്കൊരു നീതി തരാൻ പോവാണ്. നിങ്ങളിലേക്ക് ഒരു ബാഡ് കർമ്മ ഉണ്ടായിരുന്നു. ആ ഒരു ബാഡ് കർമ്മ ഉണ്ടായിക്കൊണ്ട് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ്, നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി, ഗുഡ് കർമ്മ വരാണെന്ന് യൂണിവേഴ്സ് പറയാണ്. അതിന് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് യൂണിവേഴ്സ് പറയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും ഹീലായിട്ടില്ല. ആരുടെങ്കിലും ദേഷ്യം വൈരാഗ്യം ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റണം. നമ്മൾ ഒരാളെ വേദനിപ്പിക്കാൻ പാടില്ല. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ചെയ്തിട്ടുള്ളവർക്ക് ഉറപ്പാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളോട് പിണങ്ങിപ്പോയവർ, നിങ്ങളെ വേദനിപ്പിച്ചവർ ഒക്കെ മടങ്ങി വന്നിട്ടുണ്ട്. നിങ്ങളോട് അവർ സോറി പറഞ്ഞിട്ടുണ്ടാവണം. അവർക്കായിട്ട് തന്നെ പ്രപഞ്ച ശക്തി തിരിച്ചറിവ് കൊടുത്തിട്ടുണ്ടാവണം. ഒത്തിരി പേർക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവ് എനർജിയാണ് കാണിച്ചു തരുന്നത്. അതിനു വേണ്ടിയിട്ട് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസും ചെയ്യണം. ഇവിടെ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കറിയുന്നത് പോലെ പ്രാർത്ഥിക്കാം, അതിലൊരു വിരോധവും ഇല്ല കേട്ടോ. നിങ്ങൾക്കറിയുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രപഞ്ച ശക്തിക്ക് നമ്മളെല്ലാവരും ഒരുപോലെ തന്നെയാണ്. ഞാൻ പറയുന്ന പോലെ പ്രയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങളെന്ന വ്യക്തി ആരോടും ദേഷ്യം വൈരാഗ്യമൊന്നും വെക്കേണ്ട. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യാം, മാനിഫെസ്റ്റ് ചെയ്യാം. മാനിഫെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വപ്നം സാധിച്ചതുപോലെ നിങ്ങൾക്ക് കരുതാം. ഇന്ന ആഗ്രഹം സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാം. ഒരു ദിവസം പറഞ്ഞാൽ പോരാ, നമ്മളെല്ലാ ദിവസവും 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക തന്നെ വേണം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു. നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് എന്ത് തന്നെ ആയാലും ഇവിടെ യെസ് കാർഡ്, സൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ റീഡിങ് നിർത്താൻ കേട്ടോ. നാളെ റീഡിങ് ഉണ്ടാവില്ല. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതുമയോട് കൂടിയിട്ട് നല്ലൊരു റീഡിങ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 2 ദിവസം എനിക്ക് കുറച്ച് അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ പോകണം. അവിടെ എൻ്റെ പ്രാർത്ഥനയോടൊപ്പം നിങ്ങളും ഉൾപ്പെടുന്നതായിരിക്കും. എല്ലാവരുടെ പേരൊന്നും എനിക്കറിയില്ല, ആരും എനിക്കറിയില്ല. റീഡിങ്ങിന് വന്ന കുറച്ച് പേരുടെ പേരൊക്കെ അറിയാം കേട്ടോ. സ്ഥിരം വരുന്നവരുടെ പേരൊക്കെ അറിയാം. അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും. ആരൊക്കെയാണോ വിഷമിക്കുന്നത്, ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ വിഷമിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം. ആരെങ്കിലും ഹീലാകാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്നെ കൊണ്ട് മാക്സിമം ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രയർ ചെയ്യുന്നുണ്ട്. ഇനി അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഏത് ജാതി മതമൊന്നും ഞാൻ നോക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റീഡിങ്ങിന് നിർത്തണം കേട്ടോ. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾ കറക്റ്റായിട്ട് റീഡിങ് ഞാൻ പറഞ്ഞു തരാം.
കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.